സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് നമുക്കൊരു പുതിയ ട്രെയിലർ വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റ് എന്നാണ് പടത്തിൻ്റെ പേര്. പേര് തന്നെ ബ്ലാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് നമ്മുടെ അർജുൻ സർജ, പ്രീതി മുകുന്ദൻ, അഭിരാമി ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്. ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ റിലീസായപ്പോഴാണ് ഞാൻ ഭയങ്കര രസമുള്ളൊരു പോസ്റ്റർ, നല്ല നല്ല പോസ്റ്റർ ഡിസൈനിങ് അടിപൊളിയായിരുന്നു അതിൻ്റെ. അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനി നോക്കിയപ്പോഴാണ് AGS. അവർ ആക്ച്വലി AGS എൻ്റർടൈൻമെൻറ്റ് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി പടങ്ങൾ ചെയ്യുന്ന പ്രൊഡക്ഷൻ കമ്പനിയാണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എന്തൊരു ഇൻട്രസ്റ്റ് തോന്നി. സോ അതിൻ്റെ ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. ഇട്ടിപ്പടമാണെന്ന് പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം. ടീസറൊന്നും വന്നില്ല, ടീസറൊന്നുമില്ല, ഡയറക്റ്റ് ട്രെയിലറാണ്. കരാട്ടെ മാസ്റ്റർ ചോറ് നിറച്ച് വേണം. പോലീസുകാരനായിരുന്നോ? நல்ல செக்ஷனா அவ அப்பா அவ அம்மா. அவங்க அப்பா ஒரு சாதாரண ஹெட்மாஸ்டர். அவங்க அம்மா வீட்டிலேருந்து வேலை செய்ய ஒரு ടൈലർ മെയ്ഡ് ഫൈറ്റ് ആണല്ലേ. அந்த பொண்ணு அப்பா அம்மாவோட வீட்டில் தான் இருக்கா. ഫാമിലിനാ അത്. രവി ബാസു, മറ്റേ ഹളമായിരിക്കേ തിയേറ്റർ തെറിക്കുക. അതെ, കുറേ ആക്ഷൻ സെറ്റ് പീസസ് ആണ് പടം. ഹെഡ്മാസ്റ്റർ എന്ന് പറഞ്ഞത് കരാട്ടെ അങ്ങനെയല്ല. കയ്യായിരുന്നല്ലേ? മാസം അവസാനം ലാസ്റ്റ് കയ്യല്ലേ വെട്ടിയെടുത്തുകൊണ്ട്. കൊള്ളാമല്ലോ. ഒരു പടത്തിൻ്റെ ഈ ട്രെയിലറിൽ ഇംഗ്ലീഷ് പടത്തിൻ്റെ ട്രെയിലർ പോലെ ഒരു ജോണറുണ്ട്. ഫുൾ പടത്തിൻ്റെ ഒരു ഐഡിയ പദ്ധതി പറഞ്ഞിട്ട് ഇവർ ഇതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വേർഷനാണ് നിങ്ങൾ തിയേറ്ററിൽ കാണാൻ പോകുന്നുള്ള ലൈനിൽ. ആക്ച്വലി നമ്മൾ ഈ ആക്ഷൻ പടങ്ങൾ നമ്മുടെ ഇവിടെ ചെയ്യുമ്പോൾ ഒരുപാട് കഥ പറഞ്ഞ് കില്ലൊക്കെയാണ് അങ്ങനെ. അതെ, അതായത് പടം തുടങ്ങി പടത്തിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ തന്നെ ആക്ഷൻ സെറ്റ് പീസസ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ ക്ലാസിക് എക്സാമ്പിൾ, എന്റെ പട്ടിയെ കൊന്നു, ഞാൻ അവരെ കൊല്ലുന്നു. സിമ്പിൾ. അതായത് പടം 10 മിനിറ്റിൽ കഥ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് ഇടികൊട്ടിടി. അതാണ് ബേസിക്കലി ആക്ഷൻ പടത്തിന്റെ മേജർ പരിപാടി. അതായത് അവർ വർക്ക് ചെയ്യുന്നത് ആക്ഷനകത്താണ്. ഈ ആക്ഷൻ സെറ്റ് പീസസ് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കാം എന്നുള്ളത്, അല്ലാതെ കഥയിൽ എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് നമ്മളൊരു കംപ്ലീറ്റ്ലി ആക്ഷൻ സോണിലേക്ക് പോകണം. ഒരിടയ്ക്ക് അത് കുറച്ചോ ഒരുപാടുണ്ടായിരുന്നു ടേക്കണ് എല്ലാം ഈ ഒരു പാറ്റേൺ. അതായത് ഒരു സിമ്പിൾ സാധനം. അതെ, നമുക്കിവിടെ അത് കുറവാണ്. നമ്മളിവിടെ ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മളിവിടുത്തെ ആക്ഷൻ പടത്തിന്റെ ഒരു പർട്ടിക്കുലർ ടെംപ്ലേറ്റ് ഉണ്ട്. അതായത് ഒരു സ്റ്റോറി ഉണ്ടാവണം. ഈ സ്റ്റോറി ഇങ്ങനെ പോയി അത് ബിൽഡ് ചെയ്ത് ഒരു ഇമോഷൻ ബിൽഡ് ചെയ്ത് ഈ ഫൈറ്റ് പൊട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ഇത് ഇംഗ്ലീഷ് പടങ്ങൾ അത് കുറച്ചുകൂടെ അത്രയും ലൈനിലേക്ക് അവർ പുഷ് ചെയ്തില്ല. കുറച്ചുകൂടെ സിമ്പിൾ. ഈ ഡ്രാമ കുറച്ചുകൂടെ കുറയ്ക്കും അവർ ഇംഗ്ലീഷ് പടങ്ങളിൽ. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മറ്റേ മസാല പടമാണല്ലോ. ആക്ഷൻ പടമാണെങ്കിലും ആക്ഷൻ കൂട്ടിയിട്ട് ബാക്കിയുള്ള എലമെന്റ്സും കുറച്ച് വെക്കാനുള്ള ഇത് വെച്ചിട്ടായിരിക്കും ഡ്രാമയും കുറച്ച് ഡ്രാമ എല്ലാം വേണം. എല്ലാ എലമെന്റുകളെയും ടച്ച് ചെയ്ത് പോകണം എന്നുള്ള ലൈനില്ല. പ്രോപ്പർ ആക്ഷൻ ജോണർ പടങ്ങൾ നമുക്കും വളരെ കുറവാണ്. ഹീറോ വെഹിക്കിൾസ് ആണ് പൊതുവെ പറയുന്നത്. അതെ, കില്ല് ആക്ച്വലി നമുക്ക് നല്ലൊരു എക്സാമ്പിളാണ്. ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിച്ചാൽ ജോൺ അബ്രഹാമിന്റെ 1-2 പടങ്ങളുണ്ട്. അത് ഫുള്ളി വർക്ക് അല്ലെങ്കിലും കുറച്ച് നല്ല സാധനം ഉണ്ടായിരുന്നു. ഇത് റോക്കി ഹാൻസം, അത് അയ്യോ പടത്തിന്റെ പേര് ഞാൻ മറന്നില്ല. അതിനകത്ത് കുറച്ച് ആക്ഷൻ ഉണ്ട് നല്ല. പുള്ളി മറ്റേ സൂപ്പർ സോൾജർ. പക്ഷെ അത് അവിടെ ഇവിടെ കുറച്ച് ഞാനത് തിയേറ്ററിൽ കണ്ട പടം. അത് ഞാൻ ആ ട്രെയിലർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പടം തിയേറ്ററിൽ പോയി കണ്ടാണ്. ബട്ട് അതൊരു ആക്ഷൻ പടം എന്ന ഇതിൽ ലേബലിൽ ഒരു നല്ല പടമാണ്.
ആക്ഷൻ കാണാൻ മാത്രമാണെങ്കിൽ അത് കുറച്ച് സാധനം കുറച്ച് ഫൈറ്റ് സീക്വൻസ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഇതിപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ആക്ഷൻ സെറ്റ് പീസസ് കുറേ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാ സെറ്റ് പീസിൻ്റെയും ഓരോ ക്ലിംസിനകത്ത് കാണിച്ചിട്ടുണ്ട് നമുക്ക്. സോ അതിൻ്റെ എല്ലാം വീടിനകത്തുണ്ട്, പിന്നെ കാറിനകത്തുണ്ട്, വേറെ ഗോഡൗണിലുണ്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ ആക്ഷൻ നടക്കുന്നുണ്ട്. അതാണ് ട്രെയിലർ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ അർജുൻ സർജ പുള്ളിയെ പറയുന്നത് തന്നെ ആക്ഷൻ കിങ് അർജുൻ ആണ് പുള്ളിയുടെ പേര്. അപ്പോൾ അറിയാലോ, പുള്ളിക്ക് ഒരു റിവൈവൽ ഉണ്ടായ പോലെ കുറച്ചധികം നല്ല പടങ്ങളുടെ ഭാഗമാകുന്നുണ്ട്. എനിക്ക് ബേസിക്കലി മറ്റേ ലിയോയിൽ പുള്ളിയെ കാണിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ. പാട്ടിനകത്ത് വന്ന ഒഴിച്ച് ആ പാട്ട് ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ പുള്ളി വന്നപ്പോൾ എനിക്ക് ഭയങ്കര കിട്ടിലൻ ആളാണ് പുള്ളി എന്നുള്ള സംഭവം. പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് നമുക്കറിയാലോ. പക്ഷേ പുള്ളി പണ്ട് പോലെ എനിക്ക് മുതലവൻ ഭയങ്കര ഇഷ്ടമുള്ള പടം, ഒരുപാട് റിപ്പീറ്റ് കണ്ട പടം മുതലവൻ. അപ്പോൾ അതിൽ ഈ അർജുൻ്റെ മറ്റേ സാധനമൊക്കെ ഭയങ്കര, പിന്നെ പുള്ളിയുടെ എല്ലാ പടത്തിലും മെയിൻ സാധനമാണ്. പഴയ കുറച്ച് പടങ്ങളുണ്ട്, കുറച്ചുകൂടെ പഴയ കുറച്ച് നല്ല രസമുള്ള പടമുണ്ട്. എല്ലാ റിതം നല്ല സിനിമയാണ്. പിന്നെ അതുപോലെ ഗിരി എന്ന് പറഞ്ഞ പുള്ളിയുടെ പടമുണ്ട്, പക്ക ആക്ഷൻ പടം. ഗിരിയൊക്കെ നല്ല ടോപ്പ്, അന്നത്തെ ഭയങ്കര ഹിറ്റ് പടം ഗിരിയൊക്കെ. കമൽഹാസൻ്റെ കൂടെയാണ് ഒരു പടം ചെയ്തത്. അത് കുരുതിപ്പടൽ. നല്ല രസമുള്ള. അപ്പോൾ ഇത് നമ്മൾ 28-ാം തീയതി മെയ് 28-ാം തീയതി റിലീസുള്ള പടമാണ്. ഡെഫിനറ്റ്ലി ഞാനിത് കാണും, കാരണം എനിക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് ഒന്നും വരാത്തതുകൊണ്ട് ഇതിൻ്റെ പരിപാടി എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അത് കണ്ടപ്പം ഉണ്ട്, നമുക്ക് ഒരു വട്ടം കാണാനുള്ളൊരു പടമുണ്ട്. ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ച് എന്നാൽ ഈ ആക്ഷൻ സെറ്റ് പീസസ് ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനകത്ത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പടം രസമായിട്ട് തോന്നും അല്ലേ. ഇപ്പം ഈ പറഞ്ഞ പോലെ ടൈലറാണ് അമ്മ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ ടൈലർ ആണെങ്കിൽ ആ പുള്ളിക്കാരി ആ എലമെന്റിനെ എങ്ങനെ യൂസ് ചെയ്യും ഫൈറ്റ്. 3 പേർക്ക് ഇൻഡിവിജ്വൽ ഫൈറ്റ് വേണം, പിന്നെ ഒരുമിച്ച് അങ്ങനെ ക്ലബ് ചെയ്ത് 3 പേരുടെ സ്റ്റൈൽസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, രസമായിരിക്കും. അതെ, ഇത് എല്ലാ ഫൈറ്റും ഈ പറഞ്ഞാൽ ഇവർ നിൽക്കുന്നു, കുറേ പേര് ഓടി വരുന്നു, ഇവർ ഇടിച്ചിടുന്നു. അപ്പുറത്തേക്ക് ഓരോ ഫൈറ്റ്സിനകത്തും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് ഇവർ ഇംപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മകള് ഈ കരാട്ട പഠിച്ചതുകൊണ്ട് ആ സ്റ്റൈല് അങ്ങനെ അമ്മ അതെ സ്റ്റൈൽ ഡിഫറൻസ്. അപ്പോൾ തന്നെ ഫൈറ്റ്സ് വ്യത്യാസം ഉണ്ടാവും എല്ലാ ഫൈറ്റ്സിനും. അതുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു. സോ നമ്മൾ വെയിറ്റ് ചെയ്യാം, ഏതായാലും കാണാം. 28-ാം തീയതി നമുക്ക് കാട്ടാളനുണ്ട് മലയാളത്തിൽ ഫൈറ്റ്, രണ്ടും ആക്ഷൻ. അത് രണ്ടിലും രവി ബസൂറാണ് മ്യൂസിക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തിയേറ്ററിൽ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കും. 29-ാം തീയതി പോയി ചെവി ക്ലീൻ ചെയ്തു. അതെ. സോ നമ്മൾ ഡെഫിനറ്റ്ലി കാണുന്നതായിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ചെയ്യും ഇങ്ങനത്തെ പടങ്ങളൊക്കെ. സോ പിന്നെ നമ്മുടെ പഴയ അല്ലേ വിൻറ്റേജ് അർജുൻ ഫാൻ, ആക്ഷൻ കിങ് അർജുൻ്റെ തെറിക്ക് ആ സാധനം, അത് പുള്ളിയുടെ മെയിൻ സാധനമാണ്.